എ പൊളിറ്റിക്കൽ ഫ്രണ്ട് ഓഫ് ദ യൂത്ത്, ബൈ ദ യൂത്ത്, ഫോർ ദ യൂത്ത്. തൊഴിൽ രഹിതരായ യുവാക്കളെ പാറ്റകളോട് ഉപമിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ഒരു പ്രസ്താവനയാണ് എല്ലാത്തിനും തുടക്കം. പിന്നെ സോഷ്യൽ മീഡിയ തൂക്കിയത് CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടിയാണ്. ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തിനോടുള്ള പ്രതിഷേധമായി ഒരു ആക്ഷേപഹാസ്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്കാണ് CJPയുടെ തുടക്കമെങ്കിലും ഇന്ന് കോൺഗ്രസിനെയും BJPയെയും പിന്നിലാക്കി സോഷ്യൽ മീഡിയകളിൽ തരംഗമാവുകയാണ് CJP. നിലവിൽ 14 മില്യണിലധികം ആളുകളാണ് ഇൻസ്റ്റയിൽ കോക്രോച്ചിനെ ഫോളോ ചെയ്യുന്നത്. കോൺഗ്രസിന് 13 മില്യണും BJPക്ക് 8 മില്യണിലധികം ഫോളോവേഴ്സുമാണ് ഇൻസ്റ്റയിലുള്ളത്. കഴിഞ്ഞ ആഴ്ച കോടതി നടപടിക്കിടെയാണ് യുവാക്കളെ ചീഫ് ജസ്റ്റിസ് പാറ്റകളോട് ഉപമിച്ചത്. They don't get any employment, they don't have any place in profession. Some of them become media, some of them become social media, some of them become RTI activists, some of them become another activists, and they start attacking everyone. യാതൊരു തൊഴിലുമില്ലാത്ത ചില യുവാക്കളുണ്ട്. അവരിൽ ചിലർ മാധ്യമപ്രവർത്തകരും ചിലർ സോഷ്യൽ മീഡിയ RTI ആക്ടിവിസ്റ്റുകളുമായി സമൂഹത്തെ ആക്രമിക്കുന്നു. ഇവർ കോക്രോച്ചുകളും പരാന്നഭോജികളുമാണ് എന്നായിരുന്നു പരാമർശം. ഇതിനെതിരെ വിമർശനങ്ങൾ കടുത്തപ്പോൾ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നും ഇന്ത്യയിലെ യുവാക്കളെ ആകെ ഉദ്ദേശിച്ചല്ല അങ്ങനെ പറഞ്ഞതെന്നും വിശദീകരിച്ചെങ്കിലും പ്രതിഷേധമായി അഭിജിത്ത് ദീപ്കയുടെ നേതൃത്വത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി എക്സിൽ അക്കൗണ്ട് ആരംഭിച്ചു. ഇൻസ്റ്റ, FB തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലും അക്കൗണ്ടുള്ള CJP വോയിസ് ഓഫ് ദ ലേസി ആൻഡ് അൺഎംപ്ലോയിഡ് എന്ന ടാഗ് ലൈനോടെ മെയ് 16 വെബ്സൈറ്റും ആരംഭിച്ചു. അതേസമയം CJPയുടെ ആദ്യ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ തടഞ്ഞു വെച്ചെങ്കിലും ഒട്ടും വൈകാതെ മറ്റൊരു പുതിയ അക്കൗണ്ട് പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്. തങ്ങളെ നിശബ്ദരാക്കാനാകില്ലെന്നാണ് CJPയുടെ പക്ഷം. പേജിനും വെബ്സൈറ്റിനും പുറമെ AI ഉപയോഗിച്ച് ഒരു ഗാനമടക്കം കോക്രോച്ച് പാർട്ടി പുറത്തിറക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ ചേരാനുള്ള യോഗ്യതകളാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. തൊഴിൽ രഹിതരായിരിക്കണം, മടിയന്മാരായിരിക്കണം, ഒരു ദിവസം കുറഞ്ഞത് 11 മണിക്കൂറെങ്കിലും ഓൺലൈനിൽ ചെലവിടുന്ന, ശക്തമായി വിമർശിക്കാൻ കഴിയുന്നവർക്കാണ് പാർട്ടിയിൽ ചേരാൻ യോഗ്യതയുണ്ടാവുക. CJP അധികാരത്തിൽ വന്നാൽ ചെയ്യുന്ന 5 കാര്യങ്ങൾ ഉൾപ്പെടുത്തി മാനിഫെസ്റ്റോ കൂടി അവർ തങ്ങളുടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. വിരമിക്കലിന് ശേഷം ഒരു ചീഫ് ജസ്റ്റിസിനും രാജ്യസഭാ സീറ്റ് നൽകില്ല. ഏതെങ്കിലും സംസ്ഥാനത്ത് സാധുവായ വോട്ട് ഇല്ലാതാക്കപ്പെട്ടാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ UAPA പ്രകാരം അറസ്റ്റ് ചെയ്യും. പാർലമെന്റിന്റെ അംഗബലം വർദ്ധിപ്പിക്കാതെ തന്നെ സ്ത്രീകൾക്ക് 50% സംവരണം, എല്ലാ ക്യാബിനറ്റ് സ്ഥാനങ്ങളുടെയും 50% സംവരണം എന്നിവ നടപ്പാക്കും. അംബാനിയുടെയും അദാനിയുടെയും ഉടമസ്ഥതയിലുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും ലൈസൻസുകൾ റദ്ദാക്കി സ്വതന്ത്ര മാധ്യമങ്ങൾക്ക് വഴിയൊരുക്കും. കൂറുമാറ്റം നടത്തുന്ന MLAയെയും MP യെയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്നും 20 വർഷത്തേക്ക് വിലക്കും എന്നിവയാണവ. പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റായ ഈ 30കാരൻ നിലവിൽ US ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പബ്ലിക് റിലേഷൻസ് വിദ്യാർത്ഥിയാണ്. പൂനെയിൽ നിന്നാണ് അദ്ദേഹം ജേർണലിസത്തിൽ ബിരുദം നേടിയത്. 2020 മുതൽ 2023 വരെ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ടീമിൽ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ദീപ്കെ 2024 AAP വിട്ടത്. ഭരണത്തിൽ നിരാശരായ ആളുകൾക്കുള്ള ഒരു പ്രസ്ഥാനമായാണ് CJP സ്വയം അവതരിപ്പിക്കുന്നത്. എന്നാൽ പ്രസ്ഥാനത്തിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് ആഴത്തിലുള്ള ഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. CJP ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ആഴ്ചയിലുണ്ടായ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച, തൊഴിലില്ലായ്മ, പൊളിറ്റിക്കൽ പ്രിവിലേജ്, സമ്പത്തിലും വരുമാനത്തിലുമുള്ള അസമത്വം, മുതലാളിത്തം, മറ്റ് അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാമാണ് CJPയുടെ ഈ വളർച്ചയ്ക്ക് കാരണമെന്നാണ് അവരുടെ നിരീക്ഷണം. ബീഹാറിലെ ബങ്കിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോക്രോച്ച് ജനതാ പാർട്ടി ആദ്യ അംഗത്തിന് ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ ആദ്യ വെർച്വൽ ജൻസി കൺവെൻഷൻ നടത്താനുള്ള പദ്ധതിയിലാണ് CJP എന്നും സൂചനകളുണ്ട്. എന്തായാലും വൻ സ്വീകാര്യത നേടി മുന്നേറുന്ന CJPയുടെ തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.